89.6 FM Sargakshetra SK Hotspot. വെൽക്കം ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. സോ ഇന്ന് SK Hotspotൽ 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. സോ ഇന്ന് SK Hotspotൽ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ഷേർഷാ ഷെരീഫ്, the actor and writer of Little Miss Router. ഷേർഷാ, വെൽക്കം ടു ദ ഷോ. ഹായ്, താങ്ക് യു. യെസ്, നീ കഴിഞ്ഞ ദിവസമേ ഈ ചെന്നൈയിലൊക്കെ പോയി എന്നൊക്കെ കേട്ടു. സോ അപ്പടി ഇപ്പടി എപ്പടി ഇരിക്കേ? പറവല്ല. എന്താണ് ഒരു ശബ്ദത്തിലൊക്കെ ഒരു 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 ഉഷാറില്ലാത്തത്? ക്ഷീണമാണോ മൊത്തത്തില്? ഇച്ചിരി ഓട്ടമൊക്കെ ആയിട്ട് ചെയ്തായിട്ടിരിക്കുന്നത്. ഈ ഓട്ടം ഒക്കെ എവിടം വരെ ആയി? എന്നിട്ട് ഓട്ടം തികച്ചോ? ഓട്ടങ്ങൾ തികച്ചോണ്ടിരിക്കുന്നു. ഒന്ന് രണ്ട് ഞാൻ ഇപ്പൊ 2 പ്രാവശ്യം റൈറ്റിംഗ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ പിച്ചിങ് ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ടല്ലേ പുതിയ സിനിമയുടെ, കഴിഞ്ഞു പോയ സിനിമയുടെ ആൻഡ് അതിന് മുന്നിലുള്ള കുറെ കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ടും ഞങ്ങളും റെഡിയാണ്. പറയാനായിട്ട് ഷേർഷയുടെ സെറ്റാണ്. സോ അപ്പൊ റെഡിയല്ലേ ഷേർഷാ? പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് പാട്ടുകൾക്ക് ശേഷം എന്തായാലും ഷേർഷയിലേക്കുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ഈ ഒരു നടയടി എന്നൊക്കെ പോലെ തന്നെ ഷേർഷയ്ക്ക് ഒരു പാട്ട് അങ്ങോട്ട് വെച്ച് തരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഷേർഷ ഏത് പാട്ടാണോ പറയുന്നത് ആ പാട്ട് നമ്മളിവിടെ വെച്ച് തരുന്നതായിരിക്കും. സോ ഏത് പാട്ടാ വേണ്ടേ? ഞാനിപ്പോ റീസെന്റ് കേട്ടോണ്ടിരിക്കുന്നതാണ് ചോദിച്ചത്. കൊഞ്ചം നിലവേ എന്ന് പറഞ്ഞ പാട്ടില്ലേ? കൊഞ്ചം നിലവേ. റഹ്മാന്റെ. അതാ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഈ ശേഷം നമ്മളോട് ആവശ്യപ്പെട്ടുള്ള സോങ് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൊ പാട്ടുകൾക്ക് ശേഷം കേൾക്കാം ഷേർഷയുടെ ഒരുപാട് വിശേഷങ്ങൾ SK Hotspotലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ SK Hotspot ആണ്. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് വി ഹാവ് ഷേർഷാ ഷെരീഫ്, ദ ആക്ടർ ആൻഡ് റൈറ്റർ. ഷേർഷാ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓട്ടത്തിലാണ്, ഓട്ടപ്പാച്ചിലാണ്. ആൻഡ് ഈ ഓട്ടപ്പാച്ചിൽ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമുക്കിപ്പം ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങ് പാരീസിൽ. അപ്പൊ നമ്മൾ പക്ഷെ ഇവിടെ ഒരു ഒളിമ്പിക്സ് നടത്താനായിട്ട് പോവാണ്. ഹൈപ്പോത്തറ്റിക്കലായിട്ട് അങ്ങോട്ട് ചിന്തിച്ചത്. ഷേർഷയാണ് നമ്മുടെ അത്ലറ്റ്. ഷേർഷയുടെ ഐറ്റം എന്ന് പറയുന്നത് ഹർഡിൽസ് ആണ്. ഓക്കെ, യെസ്. അപ്പോ ഇതിങ്ങനെ ചാടിക്കിടക്കുമ്പോഴേ നമ്മുടെ ഫസ്റ്റ് ലിറ്റിൽ മിസ് റാവുത്തർ ഇങ്ങനെ ചാടി കഴിഞ്ഞു. അത് ക്രാക്ക് ചെയ്തതിന് ശേഷം ഒരു പവർ ഉണ്ടല്ലോ. അപ്പൊ അടുത്തത് ചാടിക്കിടക്കാനുണ്ട്. ആ ഒരു പവർ എന്തുമാത്രം കിട്ടി നമ്മുടെ ഈ ഒരു ലിറ്റിൽ മിസ് റാവുത്തർ കഴിഞ്ഞപ്പോ? ലിറ്റിൽ മിസ് റാവുത്തറിന് ഒരു മൊത്തത്തിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ എൻഡ് ടു എൻഡ് ഒരു ലേണിംഗ് ആയിരുന്നു. അത് അതിന്റെ ഫസ്റ്റ് ഐഡിയ തൊട്ട് ഒരു 3 രൂപയുടെ പേപ്പർ മേനയിലും തുടങ്ങിയിട്ട് അതിന്റെ ഒരു പ്രൊഡക്ഷൻ ഓൺ ആക്കുന്നത് തൊട്ട് അതിന്റെ കൂടെ യാത്ര ചെയ്ത് പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കം അതിന്റെ മാർക്കറ്റിംഗ് അടക്കം അതിന്റെ എല്ലാം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ അതൊരു ഭയങ്കര ഒരു ഫുൾ വ്യൂ കിട്ടുന്ന ഒരു ലേണിംഗ് ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോ അടുത്തൊരു പ്രൊജക്ട് നമുക്ക് ഹെഡ് ചെയ്ത് റൺ ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഊർജ്ജവും അതേപോലെ തന്നെ നമ്മുടെ നോളജും ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു തോന്നല്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ സ്മൂത്തറാണ്. അതോടൊപ്പം തന്നെ ഞാൻ തന്നെ ഇപ്പൊ എന്നെ ചലഞ്ച് ചെയ്യുന്ന കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ അടുത്തൊരു പ്രൊജക്ട് കുറച്ചും കൂടെ ബിഗ്ഗർ ആയിട്ട് കുറച്ചും കൂടെ ബിഗ് സ്കെയിലും വലിയ പരിപാടിയായിട്ടാണ് പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, കുറച്ച് ചാലഞ്ചിങ് പരിപാടിയാണ് പ്ലാനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്നും പറയാറായിട്ടില്ല, അതുകൊണ്ട് മൊത്തം ഒന്നും പറയാനും പറ്റത്തില്ല. ഇപ്പൊ പ്രൊഡക്ഷനും പരിപാടികളും എല്ലാം ടൈപ്പായിട്ട് അനൗൺസ്മെന്റ് നടക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഷേർഷയുടെ ഇൻസ്റ്റാ പേജിലേക്ക് ഞാൻ ഇങ്ങനെ കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ണു നട്ട് കാത്തിരിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ, കാരണം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെ, നമ്മുടെ ഷേർഷയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് SK Hotspotലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot. കൂടെ ജോ ആണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ദ ആക്ടർ റൈറ്റർ ഷേർഷാ ഷെരീഫ്. ഷേർഷാ, നമ്മളിതേ മുമ്പേ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഇൻസ്റ്റഗ്രാമിലുള്ള കണ്ണുനട്ട് നോട്ടമാണ്. കാരണം ഇൻസ്റ്റയിൽ നല്ല രീതിയിൽ ആക്റ്റീവാണ് ഷേർഷ. പല ഡാൻസ് ആയിക്കോട്ടെ,
ഈവൻ ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ, അങ്ങനെ പല രീതിയിൽ ഷേർഷാ പോർട്രേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈവൻ ഷേർഷായുടെ ഡാൻസിന്റെ കമന്റ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര രസമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിൽ ആക്റ്റീവ് അല്ല ജോ. അല്ലേ, അങ്ങനെ പറയരുത്. പക്ഷെ ഈയിടെ എല്ലാം ഞാൻ ഒരുപാട് ഫോട്ടോസ് ലൈക് പല തരത്തിൽ, ഈവൻ ഇപ്പോഴത്തെ DP ആണെങ്കിൽ പോലും ഭയങ്കര രസമുള്ള ഒരു ഫോട്ടോ, ഒരു ബ്ലൂ ഷർട്ട് ഒക്കെ ഇട്ടെടുത്ത് ഭയങ്കര രസമാണ്. പറഞ്ഞു ഞാനും പറഞ്ഞോട്ടെ. ഈ ഇൻസ്റ്റ എന്ന് പറഞ്ഞാൽ പൊതുവെ ഞാൻ റൈറ്റിംഗ് അങ്ങനത്തെ പരിപാടി ഇരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1-2 മാസത്തേക്ക് ഞാൻ ഇൻസ്റ്റ ഓഫ് ആവും. പിന്നെ എന്തെങ്കിലും നമ്മൾ ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ ചെയ്യുന്നതെല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് ഒരാഴ്ചയിലേക്ക് അങ്ങ് അപ്ലോഡ് ചെയ്യും. വീണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യാം. അല്ലാണ്ട് ഇൻസ്റ്റ അല്ലാണ്ട് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട്. നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈം ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യും. ഞാനും സാധാരണ ഇതേപോലെ തന്നെ നമുക്ക് കൺസംഷൻ ടൈം നമ്മുടെ തന്നെ കണക്കിൽ നിൽക്കാത്തൊരു സ്ഥലമാണ്. പോയി കഴിയുമ്പോഴേ നമ്മൾ അറിയും നമ്മുടെ സമയം ഡെയിലി നമ്മുടെ 3-4 hours പോയല്ലോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ഞാൻ കോൺഷ്യസ്ലി ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പേസ് ആണ്. അപ്പൊ നമ്മൾ കിട്ടുന്ന ഇതെല്ലാം ഒറ്റയടി എക്സ്പ്ലോഷൻ ആണ്. അതാണ് അതിന്റെ മെത്തേഡ്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ആക്ച്വലി ചോദിക്കാൻ വന്നത് ഷേർഷാ ഇങ്ങനെ പല രീതിയിൽ പോർട്രേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടി. അത് അങ്ങനെയാണോ എന്ന് ചോദിക്കാനായിട്ടായിരുന്നു എന്റെ ചോദ്യം. സോ അതിനുള്ളൊരു ഉത്തരം തന്നിട്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പറഞ്ഞോളൂ. അങ്ങനെ പല രീതിയിൽ പോർട്രേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഷേർഷയുടെ അഭിപ്രായം എന്തായിരിക്കും? പല രീതിന്ന് വെച്ചാൽ ഡാൻസറായിട്ട്, മോഡലായിട്ട്. ഞാന് സ്കൂളിൽ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ മോഡലിംഗ് ആക്ച്വലി ഇല്ല. പിന്നെ എന്റെ വർക്ക്ഔട്ടും ഫിസിക്കും ഹൈറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ ഫോട്ടോഷൂട്ട് പോലെ ഇരിക്കും. എന്ത് ചെയ്യാൻ, കഴിവ് കൂടി പോയി, സൗന്ദര്യം കൂടി പോയി. ഒന്നുമല്ല, നമ്മള് ഒരു ആക്ടർ ആവാൻ പ്ലേസ് ചെയ്യാനാണ് നമ്മുടെയൊക്കെ ആഗ്രഹവും ശ്രമവും. അപ്പോ അതിനു വേണ്ടി എനിക്ക് തോന്നുന്നു പലർക്കും ഇപ്പൊ ഡയറക്ടേഴ്സ് ആണെങ്കിൽ പോലും പെട്ടെന്ന് ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴേ ഇവർക്കെല്ലാം ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് സമയമാണ്. എല്ലാവർക്കും പ്രോസസ്ഡ് ആയിട്ട് കൺമുമ്പിൽ കിട്ടണം. ഇവൻ ഈ ലുക്കിൽ പ്ലേസ് ചെയ്യാം, അവൻ ആ ക്യാരക്ടറിനെ കൊള്ളാം എന്ന് അങ്ങനെ നമ്മൾ അവർക്ക് കൊടുത്താലേ അവർക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവര് തന്നെ ആലോചിക്കും ഇവനെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇവർ ആലോചിക്കും. അപ്പൊ നമ്മളെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമില് ആൾക്കാർക്ക് ആക്സസ് കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് വലിയ തോട്ടൊന്നും എടുത്തില്ല. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ അടുത്ത് കുറച്ച് ഫോട്ടോസ് അവിടെ ഇട്ടു എന്നേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ. ഞാനിപ്പോ എങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ. എനിക്ക് തോന്നുന്നു ഷേർഷാ എങ്ങനെ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളാണോ? പിന്നെ ഞാൻ എന്റെ കോർപ്പറേറ്റിൽ നിന്നായിരുന്നു. ഞാൻ MBA കഴിഞ്ഞിട്ട് മറ്റേ ബാംഗ്ലൂരിലൊക്കെ സമാധാന ജോലിക്ക് കളഞ്ഞിട്ട് പിന്നെ തിയേറ്റർ ചെയ്ത് കുറെ നാള് ഡ്രാമയിലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബേസും നമുക്ക് നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ ഓഡിഷൻസും ആൾക്കാരെ അങ്ങോട്ട് പോയി കാണലും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ട്രൈ ചെയ്ത. അപ്പൊ അങ്ങനെയാണ് പയ്യെ ഫിലിമിലോട്ട് നമ്മൾ എത്തുന്നത്. പിന്നെ നമുക്ക് എഴുതാൻ പറ്റുമെന്നൊരു തോന്നൽ മനസ്സിലായി. കുറച്ച് ഫിലിംസിലൊക്കെ നമ്മൾ ബാക്കിന്റെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റും. അപ്പോൾ ആ കോൺഫിഡൻസിലാണ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്റെ ആക്ടറെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ റൈറ്ററായി. ആ റൈറ്ററിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ അസിസ്റ്റന്റ് ആയി. അങ്ങനെ പല റോളുകളും നമ്മൾ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, റൈറ്ററിന് വേണ്ടിയിട്ടാണ് ആക്ടർ ആയതല്ലേ? ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഷേർഷാ എന്ന ആക്ടറിന് വേണ്ടിയിട്ടാണ് ഷേർഷാ റൈറ്റർ ആയത് എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഷേർഷാനെ ഒരു അസ്പയറിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ ഷേർഷാ ഫോളോ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പം പലർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എങ്ങനെ എന്ത് എന്ന് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരേണ്ടത് എങ്ങനെ എന്നൊക്കെ ചിന്താകുലരായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവർക്കൊക്കെ ഒരു മാതൃകയാണ് ഓഫ് കോഴ്സ്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പറയാനായിട്ട് റെഡി ആയിട്ടിരുന്നു. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെയുള്ളത് ഒരു അസ്പയറിംഗ് ആക്ടർ, റൈറ്റർ ഓഫ് ലിറ്റിൽ മിസ് റാവുത്തർ, ഷേർഷാ ഷെരീഫ്. ഷേർഷാ, നമ്മളിതേ പറഞ്ഞ് അവസാനിപ്പിച്ചതേ ഷേർഷാ എന്നുള്ള ഒരു ആക്ടറിന് വേണ്ടിയിട്ടാണ് ഷേർഷാ റൈറ്റർ ആയത് എന്ന് പറഞ്ഞു. സോ ആ ഒരു ആക്ടറിനെ നമുക്ക് പ്രൊജക്ട് ചെയ്യണം. നമ്മൾ വേണം നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യാനായിട്ട്. സോ അതിനുവേണ്ടി ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഓഡീഷൻസ് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഓഡീഷൻസിലൂടെ കടന്നു പോകുമ്പോൾ അവർ പല രീതിയിലുള്ള സ്റ്റേജസിലൂടെ പലരും കളിയാക്കാറുണ്ട്, ചിലവർ കാശ് വാങ്ങാറുണ്ട്. അങ്ങനത്തെയൊക്കെ സ്റ്റേജസിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഷേർഷാ എങ്ങനെ അങ്ങനത്തെ സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടുണ്ടോ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിരുന്ന ആ ഒരു ടൈമില്? ഭയങ്കര അങ്ങനെ തിക്താനുഭവങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഇനിഷ്യൽ ഡേയ്സിൽ, അതായത് ഒരു 4-5 വർഷം മുന്നേ ഇവിടുത്തെ ഓഡിഷൻ സീൻസ് എന്ന് പറഞ്ഞാൽ
ആഴ്ചക്ക് റാൻഡം ഓഡിഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞു സത്യം പറഞ്ഞ. പണ്ട് എനിക്ക് എറണാകുളത്ത് മുക്കിലും മൂലയിലും ഓഡിഷൻസ് നടക്കുന്ന ഇപ്പൊ അത്ര ഇല്ല. ഒന്നാമത് ഇപ്പൊ ഫിൽറ്റേർഡ് ആയി, നല്ല സിനിമകൾ ആയിട്ട് അതൊരു ഫിൽറ്റർ നമുക്ക് മനസ്സിലായി തുടങ്ങി. അതിന്റെ കാസ്റ്റിംഗ് കോൾസ് വർഷത്തിൽ 1-2 നല്ല പടങ്ങളുടെ നടക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഒട്ടുമുക്കാലും അവരുടെ സർക്കിളിൽ തന്നെയാണ് അവർ എടുക്കുന്നത്. അപ്പോ ടു ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നതാണ് ഇപ്പൊ മാറ്റർ ചെയ്യുന്നത്. എല്ലായിടത്തും നമ്മളെ എത്തിക്കാൻ പറ്റണം, നല്ല സർക്കിളുകൾ കയറി പറ്റാൻ പറ്റുക. അപ്പൊ അത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അതിനേക്കാൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫിലിമിൽ ആക്ട് ചെയ്യാൻ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. അതിന് ഇന്ന രീതിയിലൊന്നും ഇല്ല. ചിലവർക്ക് പല രീതിയിലേക്ക് വർക്ക് ആവുന്ന, ചിലവർക്ക് ഒന്നുമല്ല, ഒരു ഇൻസ്റ്റാഗ്രാം ഫോട്ടോയിൽ നിന്നോ റീലിൽ നിന്നോ ആയിരിക്കും കോൾ വരാൻ പോകുന്നത്. അപ്പോ എല്ലായിടത്തും നമ്മൾ പല പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് തോന്നുന്ന മീനിങ് ഫുൾ ആയിട്ടുള്ള വഴികൾ സഞ്ചരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അല്ലാണ്ട് ഒരു ക്രാക്ക് മെത്തേഡ് ഇല്ല. ഇതാണ് സത്യാവസ്ഥ. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, എടാ നീ ആ ഓഡീഷൻസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുന്ന പറയാമായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണോ നമുക്ക് നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അത് നമ്മള് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അല്ലേ? അതെ അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ശേഷ ഷെറീഫ് എന്ന ആക്ടർ റൈറ്ററിന്റെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ ശേഷ? ഓക്കെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനാണ്. എനിക്ക് ഈ ചിരി കേൾക്കുമ്പോൾ എന്നെ ഓർമ്മ വരുന്നറിയാവോ, നമ്മുടെ ABCD എനിക്ക് ഓർമ്മ വരും. നമ്മുടെ ലിറ്റിൽ മിസ് റാവുത്തറിന്റെ ചില ചിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും. സോ എന്തായാലും അങ്ങനെ നമുക്ക് എന്നാ പിന്നെ നമുക്ക് ലിറ്റിൽ മിസ് റാവുത്തറിൽ ഒരു പാട്ട് കേട്ടാലോ? ഓക്കെ, അപ്പൊ എന്തായാലും ലിറ്റിൽ മിസ് റാവുത്തർ എന്ന സിനിമയിലെ പാട്ട് വരുന്നുണ്ട്. പാട്ടുകൾക്കൊക്കെ ശേഷം SK ഹോട്ട്സ്പോട്ടിൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൊടുത്തനെയുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷേർഷാ ഷെരീഫ്, ദ ആക്ടർ റൈറ്റർ ഓഫ് ലിറ്റിൽ മിസ് റാവുത്തർ. ആൻഡ് യെസ്, ലിറ്റിൽ മിസ് റാവുത്തറിലെ ഒരു ആക്ടർ റൈറ്റർ എന്നത് മാത്രമല്ല ഷേർഷാ, ഒരു 12 വർഷം മുന്നേ ഇറങ്ങിയ ഒരു യൂട്യൂബ് ഷോർട്ട് ഫിലിം വീഡിയോയിൽ അതിന്റെ വ്യൂസ് ഞാൻ നോക്കിയപ്പം ഏകദേശം ഒരു 24K വ്യൂസ് ഉണ്ട്. ഏതാണെന്ന് വല്ല പിടിയുണ്ടോ? 24K വ്യൂസ് ഉള്ളത് ഏതാണെന്നൊരു പിടിയില്ല. CET ലൈഫ് എന്നൊരു ഷോർട്ട് ഫിലിം ഒക്കെ ഒരു കാലത്ത് ഇറക്കിയിരുന്നു, ഓർക്കണുണ്ടോ? അത് 24K അല്ല അതിനകത്ത്. എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്ന 1.25 മില്യണോ 1 മില്യണോ കണ്ട ആയിരുന്നു. എനിക്ക് നമ്പേഴ്സ് തെറ്റാ എന്തായാലും ജോ പറയുന്നത്. ഓഹോ, അപ്പൊ അതൊക്കെ മേലെ എത്തി എന്നുള്ളതല്ല. ഞാൻ ഈയിടെ നോക്കിയ സമയത്ത് 24 ആയിരിക്കും. ഐ തിങ്ക് ചിലപ്പോ അങ്ങനെ ആയിരിക്കും കേട്ടോ. അത് 24K ലൈക്സ് വല്ലതും ആയിരിക്കും കേട്ടോ. അത് തെറ്റായിരിക്കും. കാരണം അത് പണ്ടേ അന്ന് വൈറലായിട്ട് പിന്നെ നമ്മളൊന്നും തിരിഞ്ഞു നോക്കാത്തൊരു സാധനമായിരുന്നു. അന്നേ ഹിറ്റായിരുന്നു. ഓക്കെ ആന്റി, ആ ഒരു ഇതെങ്ങനെയായിരുന്നു? കാരണം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വ്യക്തി, ഞാനിപ്പോ ഇങ്ങനെ ഫ്രണ്ടിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ പറയായിരുന്നു, ഈ ഒരു CET കിട്ടുക എന്ന് പറഞ്ഞാൽ ആളൊരു പഠിപ്പൻ തന്നെയായിരിക്കും എന്നുള്ളതേ. അപ്പൊ ലൈക്ക് ഒരു പഠിപ്പനായിട്ടുള്ള ഒരാള് പിന്നെ സിനിമയിലേക്ക് തിരിഞ്ഞു. ആൻഡ് ആ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അന്നത്തെ കാലം മുതലേ ഷേർഷാ ഷോർട്ട് ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. CET ലൈഫ് ഉണ്ട്, പിന്നെ പ്രിയംവദ കാതരയാണ് ബേസിലിനൊപ്പം തന്നെ, ബേസിലിന്റെ ഷോർട്ട് ഫിലിം. അങ്ങനെ സിനിമാ ഫീൽഡിൽ തന്നെ ഒരുപാട് പേര് ഷേർഷയ്ക്ക് പരിചയമുള്ളവരുണ്ട്. ഇപ്പൊ അപ്പു ഭട്ടതിരിപ്പാടായിക്കോട്ടെ, അവരൊക്കെ ആയിട്ട് ഒരു കമ്പനി ഉണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ സിനിമകളെക്കാളും കൂടുതൽ പുതുമുഖങ്ങളുടെ സിനിമകളിലാണ് ഷേർഷ കൂടുതലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അത് മനഃപൂർവ്വം എടുത്തൊരു തീരുമാനമാണോ? മനഃപൂർവ്വമൊന്നല്ല, കിട്ടാത്തോണ്ട അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് നമ്മൾ ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്ത് കുറച്ച് നമ്മുടെ സാധനങ്ങൾ വർക്കായ സമയത്ത് ഞാൻ ശരിക്കും അങ്ങനെ ഫിലിമൊന്നും നമ്മൾ അത്രയും ഹാർഡായിട്ട് ചിന്തിച്ചിട്ടില്ല. നമുക്കന്ന് പഠിക്കാൻ മിടുക്കുള്ളത് കൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ ജോലി കിട്ടി നമ്മൾ ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നു. കോയമ്പത്തൂരും ബോംബെ ഒക്കെ ആയിട്ട് അങ്ങ് പോവാണ്. അപ്പൊ നമ്മുടെ ഈ റൂട്ട്സും ഇവിടെ എന്താ നടക്കുന്നത് നമുക്കപ്പോ അത്രയും നമുക്ക് ബോധവും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അത് ചേസ് ചെയ്യാനുള്ള ആ ഒരു തോട്ടും അത്രയും വന്നില്ല. ഇത് തന്നെ നമുക്ക് വന്നു തരും എന്നുള്ളൊരു ചിന്തയിലൊക്കെ നമ്മളങ്ങ് ഇരുന്നു. പിന്നെ പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് തന്നെ ഈ ട്രാക്കിൽ മറ്റേ കരിയർ പഠിത്തം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി 3-4 വർഷം 5-6 വർഷം കഴിഞ്ഞ് നമുക്ക് തലകടി കിട്ടി. ഓക്കെ, ഇത് നമ്മൾ ചേസ് ചെയ്യാതെ സിനിമ നമ്മളെ തേടിയൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ള ധാരണ എത്തിയപ്പോഴാണ് ഇനിയിപ്പോ ലൈഫിൽ എന്താണ് നമുക്ക് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ എന്ന മെത്തേഡിലാണ് ഞാനത് ഇറങ്ങുന്നത്, രണ്ടും കൽപ്പിച്ച്. പക്ഷെ അത് നമുക്ക് അത്ര എളുപ്പ സീനല്ല. കാരണം ഒന്നാമത് നമ്മൾ ചെറുപ്പം തൊട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രതീക്ഷകളുണ്ടല്ലോ, നമ്മുടെ ബന്ധുക്കളും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ. ഇവൻ ജോലിക്കൊക്കെ പോയി, ഇവനിപ്പോ സെറ്റിലായി, എല്ലാരെയും മറ്റേ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കരിയറെല്ലാം കളഞ്ഞിട്ട് നേരെ സീറോയിൽ നമ്മൾ ഫിലിമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ഇപ്പോഴും ആണ്. എന്നിരുന്നാൽ പോലും നമുക്ക് മറ്റേ
ഈ ടണലില് നമ്മളിങ്ങനെ കുഴിച്ചു പോകുമ്പോ നമുക്ക് ആ ലൈറ്റ് കാണാൻ തുടങ്ങുന്ന ഒരു ഒരു കിക്ക് അല്ലേ? അതെ, അത് നമുക്ക് ഭയങ്കര ഹൈയും കിട്ടുന്നുണ്ട് ഈ പ്രോസസ്സിൽ. അതായത് നമുക്ക് ആ ഫിലിം മേക്കിങ്ങിലും അതിനകത്ത് അഭിനയിക്കുമ്പോഴും ആ റൈറ്റിങ്ങിലും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷവും വേറെ എവിടെയും കിട്ടാത്ത സന്തോഷം അതിനകത്ത് കിട്ടുന്നു എന്ന് എനിക്ക് തോന്നി, എന്റെ പേഴ്സണൽ ചോയ്സിൽ. അപ്പോ ഐ ഫീൽ ഐ ബിലോങ് ടു ദിസ് പ്ലേസ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം. ആ സമയം കഴിയും തോറും നമ്മളെ കുറച്ചും കൂടെ തെളിഞ്ഞു വരുന്നു, നമ്മളെ ആൾക്കാര് ഇഷ്ടപ്പെടുന്നു, അതിന് വേണ്ട റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് പറയാം ഇറ്റ്സ് മൈ ടൈം അല്ലേ, ഇനി എനിക്ക് പോവാം. അതെ. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ 24K വ്യൂസ് എന്തിന്റെയാണെന്ന് അറിയാവോ? നമ്മുടെ CET ലൈഫ് എന്ന ഷോർട്ട് ഫിലിമിന്റെ ടീസറിന് മാത്രമാണ് 24K വ്യൂസ് കിട്ടിയത്. അതിന്റെ നമ്മുടെ ആ ഒരു ഷോർട്ട് ഫിലിമിന് ശേഷം പറഞ്ഞാൽ ഒരു 500,000 വ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് പ്രിയമത കാതരയാണതിന് 1 മില്യൺ വ്യൂസോളം ഉണ്ടായിരുന്നല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തല്ല, പ്രിയമത എന്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബേസിൽ അന്ന് എന്റെ സീനിയർ ആയിരുന്നു CET പഠിക്കുന്ന സമയത്ത്. ബേസിൽ എന്റെ അറിവിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിം ഞങ്ങളുടെ ഷോർട്ട് ഫിലിമാണ്. പുള്ളി ആ സമയത്ത് കോർപ്പറേറ്റിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ കോളേജിൽ തന്നെ പുള്ളിയെ പല പരിപാടികളിലും ഭയങ്കര ആക്റ്റീവും കോളേജിൽ മിമിക്രി ഒക്കെ കിഡിലായിട്ട് ചെയ്യായിരുന്നു. അന്ന് എന്റെ ഓർമ്മയില് കോളേജ് ധ്വനി ഫെസ്റ്റില്, ഇഫ് ഐ എം നോട്ട് റോങ്, നമ്മുടെ ഈ ദിലീപും ഇവരുടെയൊക്കെ ഒരു കോമഡി ഷോ ഇല്ലായിരുന്നു, ഇവരെല്ലാം മൈക്കിൽ നിരന്ന് നിന്നിട്ട് അതിനൊരു പേര് പറയുന്നത് ജയറാമും ദിലീപും ഒക്കെ ഉണ്ടോ? പല പല ക്യാരക്ടേഴ്സ് ആയിട്ട് ആയി സംസാരിക്കുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്നു, മറ്റേ അച്ഛന്റെ ഇതല്ലേ, കലാഭവൻ. അത് തന്നെ. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി, സിമിലർ സാധനങ്ങളൊക്കെ പുള്ളി അന്നൊക്കെ ക്യാമ്പസിലൊക്കെ റിക്രിയേറ്റ് ചെയ്യുകയും ഒരുപാട് കോമഡി സ്കിറ്റുകളൊക്കെ. അപ്പൊ അന്നേ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഈ പുള്ളിയെ വെച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യണം, നോട്ട് ചെയ്ത് പുള്ളിയെ വിളിച്ചിട്ടാണ് അന്ന് നമ്മൾ ചെയ്ത് ചെയ്തത്. അപ്പൊ അങ്ങനെ പുള്ളി അന്നേ എക്സ്ട്രീംലി ടാലന്റഡ് ആയിരുന്നു. അതെ അതെ, നമ്മുടെ ഏബൽ അച്ഛന്റെ അല്ലേ, കലാഭവനിലെ. ഓക്കെ, അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു CET ലൈഫ് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചു. ആ ഓർമ്മകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി. അപ്പം ഇനിയും ഒരുപാട് ഓർമ്മകളിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് കടന്നു പോവേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഷേർഷാ ഷെരീഫിന്റെ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ SK ഹോട്ട്സ്പോട്ട് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. കുറച്ച് പാട്ടുകളാണ്. So keep on listening to Sargakshetra 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് പേര് പറഞ്ഞാട്ടെ. പറഞ്ഞോ, ഞങ്ങൾ പറ. അതെന്തൊരു നാണ ഷേർഷാ ഷെരീഫ്. അങ്ങനെ ഞാനിങ്ങനെ പഞ്ചിലിങ്ങനെ വരുവാ നമ്മുടെ കൂടെ ഉള്ളത്. എന്നിട്ട് അവസാനം കൊണ്ട് ഷേർഷാ ഷെരീഫ്. കുട്ടിക്ക് ഇത്തിരി എന്താ മറ്റേത് കൂടുതല, എന്താ ഭവ്യത അല്ലേ, താഴ്മ എളിമ ഇച്ചിരി കൂടുതലാണ്. പക്ഷെ എന്തായാലും ഷേർഷായുടെ സിനിമയിലേക്കുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലിന്റെ കഥയും ആ പഴയ കോളേജ് മെമ്മറീസും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് അറിയാനുള്ളത്, ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ മിക്കപ്പോഴും ഇൻസ്റ്റഗ്രാം ഇങ്ങനെ കണ്ടുനിന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കും. നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ ഷേർഷായുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ നോക്കി കണ്ടപ്പം കണ്ട ഒരു കാര്യമാണ് അസ്പയറിംഗ് ആക്ടർ എന്ന് ബയോയിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആ ഒരു അസ്പിറേഷൻ എവിടം വരെയായി ഷേർഷാ? ആ യാത്ര എനിക്ക് തോന്നുന്നു നമ്മള് എന്താ പറയാ, ഫിലിമേല് എങ്ങനെ ലാസ്റ്റ് വരെ എത്തുന്ന മൊമെന്റ് വരെ എനിക്ക് നമ്മൾ ആസ്പയറിംഗ് ആക്ടർ. കാരണം ഇത് കോൺസ്റ്റന്റ്ലി ഫിലിം എന്ന് പറയുന്ന സാധനം തന്നെ 5 വർഷം മുമ്പ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടല്ല ഇന്ന് ഇഷ്ടപ്പെടുന്ന. അപ്പോ എല്ലാ നിമിഷവും നമ്മൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ആവണം. അത് എനിക്ക് ഏറ്റവും അതിന്റെ മുന്നിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ആളാണ് മമ്മൂട്ടി. അപ്പൊ പുള്ളി അതിനകത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും ഈ വർഷത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എന്താണോ ആൾക്കാർക്ക് വേണ്ട കണ്ടന്റ്, അതിൽ ഏറ്റവും ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത് പെർഫോമൻസിൽ പോലും അങ്ങനെ വർക്ക് ചെയ്യുന്ന, അങ്ങനെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ഒരെണ്ണം വർക്കായെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. അത് വീണ്ടും നമ്മൾ സീറോയിൽ നിന്ന് പഠിച്ച് തന്നെ വരണം. കാരണം ഓരോ കണ്ടന്റിനും അതിന്റേതായ സ്കിൽസ് ഉണ്ട്. നമ്മൾ പല പുതിയ ആൾക്കാരെ ഒന്നും പഠിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ ഇൻസ്റ്റ വരുമ്പോ തന്നെ റീൽസിലും ഇൻഫ്ലുവൻസേഴ്സ് അഭിനയിക്കുന്ന രീതികളൊക്കെ പല മെത്തേഡ്സ്. ഇപ്പൊ പണ്ട് ഒരു 10-20 വർഷം മുമ്പ് മലയാള സിനിമയിൽ ലൗഡ് ഹ്യൂമറും ലൗഡ് ആക്ടിങ്ങിനും ഭയങ്കര ഇഷ്ടം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 8-10 വർഷത്തിൽ കുറഞ്ഞു. റിയലിസ്റ്റിക് ഫിലിംസ് ഒക്കെ വന്നതോടെ എല്ലാവർക്കും റിയലിസ്റ്റിക് പെർഫോമൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ വീണ്ടും ഇൻസ്റ്റാഗ്രാമിലും മറ്റേ യൂട്യൂബിലും ഷോർട്സും മറ്റേ ഇതും ടിക്ടോക്ക് വന്നതോടുകൂടി ആൾക്കാർക്ക് ലൗഡ് ആക്ടിങ് ഇപ്പൊ വീണ്ടും തിരിച്ചിഷ്ടപ്പെടുന്നു എന്നാണ് എനിക്ക് എന്റെ റീഡിങ്.
അപ്പൊ വീണ്ടും ആൾക്കാർക്ക് ഇപ്പോഴും മറ്റേ ലവ് കോമഡീസിനോട് ഭയങ്കര കാണാൻ ആഗ്രഹമുണ്ട്. അത് ഇഷ്ടപ്പെടാനുള്ള ആ ഒരു എന്താ പറയാ ആ ടേസ്റ്റ് അവർക്ക് വീണ്ടും രുചിച്ചു തുടങ്ങി, ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം മറ്റേ വീണ്ടും ഗുരുവായൂർ അമ്പലനടയിലും അത് ഇതൊക്കെ ആൾക്കാർക്ക് അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. അതാണ്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോ ഇത് നമ്മൾ ഒരു വേൾഡ് പെർസ്പെക്ടീവ് ചിന്തിക്കുമ്പോ സൗത്ത് കൊറിയനോ ജാപ്പനീസ് ഫിലിംസിൽ പോലും അവരുടെ ഹ്യൂമർ ഒക്കെ ഭയങ്കര ലൗഡാണ്. ഇപ്പൊ പഴയ ഷാലിൻ സോക്കറും കുങ്ഫു ഹസലും ആക്ഷൻ ഹ്യൂമർ ജാക്കി എല്ലാം ലൗഡ് ഹ്യൂമറാണ്. അത് കുറച്ച് ഒരു 10 അത് ഇഷ്ടപ്പെടുന്ന ഓഡിയൻസ് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓഡിയൻസ് ആണ്. എന്നാൽ അതായിരിക്കില്ല വേറെ സ്ഥലത്തെ ഹ്യൂമർ വർക്കാവുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ തലയിൽ ഓഡിയൻസ് ചെയ്യണം. ഇവിടുത്തെ ഓഡിയൻസിന് ഏതാ വേണ്ടതെന്ന് ഈ മൊമെന്റിൽ അറിയുകയും ചെയ്യണം. അപ്പോ ഇത് പ്രോസസ് എനിക്ക് തോന്നുന്ന എല്ലാ മൊമെന്റിലും ആസ്പിറേഷൻ തന്നെയാണ്. അത് നമ്മൾ ആസ്പയർ ചെയ്തുകൊണ്ടേയിരുന്ന് പഠിച്ചുകൊണ്ടേയിരുന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് പ്രോസസ്. ഇതൊരു ബിഗ് ഡീൽ തന്നെ അല്ലേ? അതെ അതെ. അല്ലാണ്ട് നമ്മൾ മറ്റേ കിട്ടിയെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അപ്പൊ വേറെ ആൾക്കാർ വന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് ഇരുന്നോണം അല്ലെ, പിന്നെ വേറെ ആൾ അതും കൊണ്ടങ്ങ് പോകും അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ഷേർഷായുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് വി ഹാവ് ഷേർഷാ ഷെരീഫ്, ദ ആക്ടർ ആൻഡ് റൈറ്റർ. ഷേർഷാ, എനിക്കൊന്ന് ഷേർഷാ ഭയങ്കരമായിട്ടും ഇതിനെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇപ്പം ഷേർഷാടേതായിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു, അത് എങ്ങനെയാണ് സംഭവം പോകുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷേർഷായുടെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ പറ്റിയിട്ടൊക്കെ അറിയണം. അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കഴിഞ്ഞ് നമുക്ക് അറിയാം. കാരണം ബിഗ് പ്രോജക്റ്റാണ് വരാനായിട്ട് പോകുന്നത്. സോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഷേർഷയിൽ നിന്ന് എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്, ഷേർഷയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷേർഷ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു പാട്ടങ്ങട് കേട്ടാലോ? ഓക്കെ, അപ്പൊ എന്നാലും ഈ പാട്ട് വരുന്നുണ്ട് SK ഹോട്ട്സ്പോട്ടിൽ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. യെസ്, ദ റൈറ്റർ ആൻഡ് ആക്ടർ ഓഫ് ലിറ്റിൽ മിസ് റാവുത്തർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഷേർഷാ ഷെരീഫ്. യെസ്, എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഈ ലിറ്റിൽ മിസ് റാവുത്തറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ലിറ്റിൽ മിസ് റാവുത്തർ നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ കണ്ടുപോയപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ഇവരിപ്പോൾ ഒരുമിക്കും, ഹായ് ഹായ് ഹയ്യമ്മ ഹയ്യമ്മ എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ അവസാനം കൊണ്ട് അയ്യോ വേണ്ടായിരുന്നു എന്ന് കൈൻഡ് ഓഫ് ഒരു സംഭവം വന്നു. അപ്പം ഞാനിങ്ങനെ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഞാൻ താങ്കളോട് ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്: ഷേർഷയ്ക്ക് വിരഹം പേടിയുണ്ടോ? കാരണമേ അതോ പേടിയില്ലാത്തത് കൊണ്ടാണോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു, കാരണം നമുക്കത് ഫീൽ ചെയ്യും, ഷോ വേണ്ടായിരുന്നു എന്നുള്ള ഒരു സംഭവം, അവർ തമ്മിൽ ഒരുമിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും, എബിയും നൈനയും. അപ്പം ആ ഒരു ലിറ്റിൽ മിസ് റാവുത്തറിൽ ഇത്ര ഭംഗിയായിട്ട് അത് എഴുതാനായിട്ട് അങ്ങനെ ഒരു സംഭവം അത്ര, കാരണം നമുക്കത് എഴുത്തിൻ്റെ നമുക്ക് ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? എനിക്ക് വിരഹം എനിക്ക് തോന്നുന്നത് ഒരു ഇമോഷനായിട്ട് എനിക്ക് ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയുക. ഞാൻ അത്യാവശ്യം വൾണറബിൾ ആവുന്ന ഒരാളാണ്. എന്നാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മുടെയൊക്കെ നാട്ടിൽ വളർന്ന രീതി വെച്ചിട്ട് ആണുങ്ങൾ കരയുന്നത്, ഇപ്പൊ ഞാൻ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ കരഞ്ഞെന്റെ ഓർമ്മയിലില്ല. അപ്പൊ അല്ലെങ്കിൽ എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടോ, അങ്ങനെ ഞാൻ വൾണറബിൾ ആവാറില്ല ഇവരുടെ ഒന്നും. അപ്പൊ പലപ്പോഴും പ്രൈവറ്റ് ആയിട്ടാണ് എന്റെ കരച്ചിൽ പോലും. അപ്പൊ നമ്മൾ പലപ്പോഴും ഇമോഷൻ സപ്രസ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും നമ്മൾ പല ഇമോഷൻസും ആൾക്കാരുടെ മുമ്പിൽ നീ ആ കരയാൻ വേണ്ട, നീ അല്ലേ അവളെ നോക്കണ്ട, അല്ലെങ്കിൽ അനിയത്തെ നോക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ തന്നെ നമ്മളെ ഗ്രൂം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വിരഹം ഭയങ്കര എന്റെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ അകത്ത് കിടക്കുന്ന ഒരു സ്ട്രോങ് ഇമോഷനാണ്, ഭയങ്കര സ്ട്രോങ്. എനിക്കൊന്നും ഒരു അണ്ടർലൈൻ കോർ ഇമോഷൻ തന്നെയാണെന്ന് ഞാൻ പലപ്പോഴും റിലേറ്റ് ചെയ്യുന്ന മറ്റേ ഉരുളിച്ചേട്ടന്റെ ഒക്കെ ഇന്റർവ്യൂവിൽ പുള്ളി പറയാം. അപ്പൊ ഞാൻ ഇത് ടൈം ചെയ്ത് നമ്മുടെ അവസ്ഥയാണല്ലോ. പുള്ളിച്ചേട്ടന്റെ ഒരു സ്റ്റേറ്റസ് കണ്ട് വൈറലായത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ എപ്പോഴും ദുഃഖം തന്നെ അല്ലേ, സന്തോഷം തന്നെ വല്ലപ്പോഴും ഇങ്ങനെ വരുന്ന ഒരു ഇതാണ്, ഒരു മഴവലയാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ബാക്കി എപ്പോഴും നമ്മൾ ദുഃഖത്തിൽ തന്നെ അല്ലേ, അപ്പൊ എപ്പോഴും വിരഹം അല്ലേ എന്ന് പുള്ളി പറയുന്നുണ്ട്. എനിക്ക് ഏകദേശം അതേപോലെ തോന്നാറ്. ചിരി അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് ഒരു അബറേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻബിറ്റ്വീൻ ചെയ്യുന്ന ഒരു മഴയാണ്. ബാക്കി മൊത്തം വിരഹം തന്നെ ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിക്കാന്ന് മാത്രമേ ഉള്ളൂ, അതിനെ ഫൈറ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പ്രോസസ്സ് എഴുത്തിലോട്ട് വരുമ്പോ ഈ പ്രണയം അനുഭവിച്ചാൽ മാത്രമേ ചിലപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ലിറ്റിൽ മിസ് റാവുത്തർ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുള്ളൂ. അല്ലാണ്ട് പ്രണയം അങ്ങനെ അനുഭവിക്കാത്തവർക്ക്, ഞാൻ പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലൂടെ കടന്ന് അതിന്റെ ഇമോഷണൽ ട്രോമയിലൂടെയും അതിന്റെ കംപ്ലീറ്റ് ആ ഒരു ജേർണിയിലൂടെ കടന്നു പോയവർക്കായിരിക്കും കുറച്ചും കൂടെ ലിറ്റിൽ മിസ് റാവുത്തർ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാണ്ട് അത് ഒരു സാധാരണ ആയിട്ട് ആ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത ഡീപ്പ് ഇൻവോൾവ് ആയി പോകാത്ത ആൾക്കാർക്ക് അത് കിട്ടിയിട്ടില്ല.
അത് എഴുതുന്ന സമയത്ത് പോലും ഞാൻ വായിക്കാൻ കൊടുക്കുമ്പോൾ ചിലർക്ക് അത് കണക്ട് ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞു അതിനൊരു കോർ ഓഡിയൻസ് ഇന്നും നിലനിൽക്കും. അത് ഭാവിയിലാണെങ്കിൽ പോലും അത് അനുഭവിച്ച ആൾക്കാർക്ക് അത് ഭയങ്കര ക്ലോസ് ടു ആയിരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് ആ സിനിമ. അപ്പൊ എനിക്കും നമ്മുടെ ലൈഫിൽ നമ്മുടെ പാസ്റ്റിലൊക്കെ അനുഭവിച്ച പല വികാരങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങൾ നമ്മൾ ഓർത്തെടുക്കുകയും പല ഇമാജിനേഷനിലൂടെ ആ നിമിഷങ്ങളിൽ എത്തുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ പ്രോസസ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പൊ എനിക്ക് തന്നെ ആ ജേർണി ആദ്യമായിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ആ എഴുത്ത് ഞാൻ അതിനു മുമ്പ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എഴുതുമ്പോൾ ഇതിനും കുറച്ച് നമ്മൾ എന്തൊരു ഇതിനകത്ത് ഒരു മെത്തേഡ് ടു മാഡ്നസ് ഉണ്ട്. അതായത് അത് എഴുതാനൊരു ചെറിയ മെത്തേഡുകളുണ്ട്. അപ്പൊ ഇത് നമ്മൾ ബുക്കുകളൊന്നെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കുകയും കേട്ടുപിടിക്കുകയും ചെയ്യും. ഇന്റർവ്യൂസ് എല്ലാം അവൈലബിൾ ആണ് ആൾക്കാർക്ക് പഠിക്കാൻ എഴുത്തിനെ പറ്റി. അപ്പൊ അങ്ങനെ ഞാൻ 1-2 സിനിമയിൽ അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ അവരുടെ പ്രോസസ്സ് കണ്ടു. അതിൽ തെറ്റെന്ന് തോന്നുന്നത് ഞാൻ കറക്റ്റ് ചെയ്ത് എന്റെ മനസ്സിലെടുത്തു. ബാക്കി ഞാൻ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തു. അങ്ങനെ ഇതെല്ലാം കൂടെ ഒരു മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് എന്റേതായ ഒരു പ്രോസസ്സ് ഞാൻ കണ്ടുപിടിച്ചിട്ടാണ് ഇത് എഴുതി സിനിമയാക്കിയത്. അപ്പൊ ഇന്ന് എനിക്കിപ്പോ ആ പ്രോസസ് അല്ല. ഇന്നിപ്പോ ഞാൻ അടുത്ത സിനിമയ്ക്ക് ഈ പ്രോസസ്സേ അല്ല ഉപയോഗിക്കുന്നത്. അതിനകത്തെ തെറ്റും ശരികൾ എനിക്ക് വീണ്ടും വിലയിരുത്തി ഞാൻ അത് കറക്റ്റ് ചെയ്തിട്ട് എന്റെ അടുത്ത സിനിമയ്ക്ക് ഞാൻ വേറെ പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. ഓക്കെ, ഈ പാട്ട് വരുന്നുണ്ട് SK ഹോട്ട്സ്പോട്ടിൽ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെയുള്ളത് ഒരു അസ്പയറിംഗ് ആക്ടർ, റൈറ്റർ ഓഫ് ലിറ്റിൽ മിസ് റാവുത്തർ, ഷേർഷാ ഷെരീഫ്. ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇടയ്ക്ക് നമ്മൾ റിയൽ ലൈഫിൽ നമ്മളിങ്ങനെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുമല്ലോ, ഈവൻ സ്നാപ്ചാറ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതുപോലത്തെ കുറേ സീൻസ് ഇതിനകത്തുണ്ടല്ലോ. നിങ്ങൾ നെയ്നായും എബിയും തമ്മിലുള്ള കുറേ മൊമെന്റ്സ്, അങ്ങനെ ഒരു ഐഡിയ. കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ മെയിൻലി നമ്മൾ ആ ഒരു കുറേ മൊമെന്റ്സ്, ഈവൻ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, നമ്മൾ ഒരുമിച്ചുള്ള ആ ഒരു മൊമെന്റ് നമ്മൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾ. സോ അത് ഭയങ്കര രസമായിരുന്നു. അത് പറയാൻ പറ്റിയില്ല. സോ ഇനി അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സോ മച്ച്. അതിന്റെ ഒരു കഥയെന്ന് പറഞ്ഞാൽ തിരക്കഥയിൽ ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സിൽ മാത്രമേ ആ രംഗം ഉള്ളായിരുന്നു. അതായത് അതുവരെ അവരുടെ പ്രൈവറ്റ് മൊമെന്റ്സ് കാണിക്കാതെ രണ്ടുപേരും പിരിഞ്ഞതിന് ശേഷം അവരുടെ പ്രൈവസിയിലോട്ട് ഓഡിയൻസിന് ഒരു ആക്സസ് കൊടുക്കാമെന്നായിരുന്നു ആ സ്ക്രീൻ പ്ലേയിൽ ലാസ്റ്റിൽ മാത്രം ഇട്ടിരുന്നത്. അത് അപ്പൊ ആൾക്കാർക്ക് അത് പിരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ആ പഴയ മൊമെന്റുകൾ അവരുടെ കൂടെ നമ്മൾ അത്രയും ക്ലോസിൽ നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടെ പെയിൻഫുൾ ആയിരിക്കും എന്ന് തോന്നിയിട്ട് അങ്ങനെ ഇട്ടത്. പിന്നെ പടത്തിന്റെ നമ്മൾ എഡിറ്റും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അത് ഭയങ്കര എല്ലാവർക്കും പ്രിവ്യൂലൊക്കെ കണ്ടപ്പോഴും നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഈ സിനിമ എഡിറ്റ് കഴിഞ്ഞ് കാണിക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അതുപോലെ കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയിട്ട് നമ്മൾ വീണ്ടും കുറച്ച് പോയി ഷൂട്ട് ചെയ്തു. കാരണം അതിന് വലിയ ചെലവില്ല. ഞാനും ഗൗരിയും കൂടെ ഒരു മൊബൈലിൽ പോയി ഷൂട്ട് ചെയ്യുന്നതാണ് പരിപാടി. അപ്പോൾ വലിയ ചെലവില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആ പോയിന്റുകൾ കണ്ടുപിടിച്ച് അതിനകത്തേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു അത് വന്നത്. ഓക്കെ, എന്തായാലും അത് ഭയങ്കരമായിട്ട് നൈസായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പലർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ട കണ്ടന്റ് ആയിരുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പടത്തിന് ശേഷം ഇങ്ങനെ കുറെ അഭിപ്രായങ്ങൾ കേട്ടല്ലോ, അത് കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ എടാ ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ? സോ ആ ഒരു ലിറ്റിൽ മിസ് റാവുത്തർ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഓക്കെ, ഇന്ന കാര്യങ്ങൾ ഇനി എന്തൊക്കെ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ വേണം, അങ്ങനെയൊക്കെ തോന്നിയില്ലേ? അതൊക്കെ എന്തൊക്കെയായിരിക്കും? അല്ലെങ്കിൽ ഈവൻ നെക്സ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇതിന് ശേഷം ഇറങ്ങിയിട്ടുള്ള ഫിലിംസിൽ നിന്നൊക്കെ കണ്ടപ്പം അതിൽ ചെയ്യാൻ പാടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്, ചെയ്യാൻ പാടില്ലാത്തത്, അങ്ങനെ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ ഷേർഷാ കണ്ടിട്ടായിരിക്കും. സോ എന്തൊക്കെയാണ് ഷേർഷാ മനസ്സിലാക്കിയിട്ടുള്ളത്? ഒന്ന് പ്രൈമറി റൂൾ ഞാനിപ്പോ എടുത്തെന്താ അറിയോ, എനിക്ക് ഒന്നാമത് ഇപ്പൊ ലിറ്റിൽ മിസ് റാവുത്തർ എന്നിപ്പോ നമ്മൾ പറയുമ്പോ തന്നെ കുറെ പേർക്ക് ഈ സിനിമ അറിയില്ല. അപ്പൊ അത് അതിന്റെ റീച്ചബിലിറ്റി എത്താത്തത് എനിക്ക് ഭയങ്കര എന്നെ ബാധിച്ചായിരുന്നു മാനസികമായിട്ട്. അപ്പൊ ഈ സിനിമ റിലീസായി തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഭയങ്കര തിയേറ്റർ വിജയം കിട്ടിയില്ല. OTT വന്നതിന് ശേഷമാണ് കുറച്ച് പേരെങ്കിലും കണ്ടത്. പക്ഷെ എന്നിരുന്നാൽ പോലും എന്റെ മനസ്സിൽ ഈ സിനിമയ്ക്ക് വേണ്ട വിജയം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ എനിക്കത് ഭയങ്കര, നമ്മൾ ഇത്രയും സമയമെടുത്ത് നമ്മൾ അത്രയും അതിനെ താലോലിച്ച് വളർത്തി ഉണ്ടാക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ട, കാരണം അത്ര ഒരു മോശം സിനിമ അല്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അതിന് കിട്ടാതെ പോയപ്പോ എനിക്ക് ഭയങ്കര ഡിപ്രഷനും ഭയങ്കര 1-2 മാസം ഭയങ്കര തകർച്ചയിലായിരുന്നു. അപ്പൊ എനിക്ക് അത് അടുത്ത സിനിമയിൽ വരുന്ന ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട്. നമ്മുടെ കയ്യിലല്ല, എന്നിരുന്നാൽ പോലും ഒരു സിനിമ ഇപ്പോ എന്റെ അറിവിൽ ഒരു തിയേറ്ററിൽ എത്തുമ്പോൾ തിയേറ്ററിൽ അത് വിജയിക്കണമെങ്കിൽ അതിന് ചില ചേരുവകൾ വേണം. ആ ചേരുവകൾ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് അനുയോജ്യമായ ചേരുവകൾ വേണം. അതിന് ഹാർട്ട് ഇടാനും അതിലേക്ക് ആർട്ട് ആഡ് ചെയ്യാനും, ഹാർട്ടും ആർട്ടും ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരു എന്താ പറയാ, അത് ഒരു കള്ളക്കടത്തായിരിക്കും.
അല്ലാണ്ട് അത് മേജറായിട്ട് നമ്മൾ കൊണ്ടുവച്ച ആൾക്കാർക്ക് ഇപ്പോ എടുക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അത് IFFK ഫെസ്റ്റിവലിൽ പോയി ഓടേണ്ടി വരും. അപ്പോ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ഹാർട്ടും ആർട്ടും കടത്തി വിടുക, അതിനോടൊപ്പം കൊമേഴ്ഷ്യൽ ചേരുവകൾ കയറ്റി വിടുക എന്നുള്ളതാണ് എന്റെ ഇപ്പൊ പ്രൈമറി ലേണിംഗ്. കാരണം തിയേറ്ററിൽ പടം ഓടാതെ കാര്യമില്ല. ഓടിയാൽ മാത്രമേ നമുക്ക് ആയുസുള്ളൂ. ആസ് ആൻ ആർട്ടിസ്റ്റോ ആസ് എ ഫിലിം മേക്കറോ വാട്ടവർ. അടുത്ത സിനിമകൾ നമുക്ക് കൈനിറയെ വരണമെങ്കിൽ അത് തിയേറ്ററിൽ അടിക്കണം. അപ്പൊ അടുത്തൊരു ചലഞ്ച് എന്തായാലും തിയേറ്ററിൽ നന്നായിട്ട് ഓടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഭയങ്കര ലക്ഷ്യമായിട്ട് ഞാനിപ്പോ എടുത്തേക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ഹഡിൽ എന്ന് പറഞ്ഞത് അത് ചാടി കടക്കുക അല്ലേ? അതെ, ഞാനിതൊക്കെ ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാം. നമ്മുടെ പ്രോസസ്സാണ് ഇത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരിടത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ അടുത്തത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. ചിലപ്പോ ഇത് അടുത്ത തെറ്റിനായിരിക്കും മനസ്സിലാവുന്ന, ഇതല്ല ഇനി വേറൊന്നാണെന്ന് നമുക്ക് തിരിച്ചറിയ ചിലപ്പോൾ അപ്പഴായിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ ഈ മൊമെന്റിൽ എനിക്ക് തോന്നുന്നത് ശരി ഇതാണ്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ആക്ച്വലി ഷെർഷ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നേ, നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം റിലീസായ ദേവദൂതൻ എന്ന സിനിമ, അത് 24 വർഷങ്ങൾക്ക് മുന്നേ അത് റിലീസായത്. 2000 ഇത് റിലീസായപ്പം ആക്ച്വലി നമ്മുടെ ഡയറക്ടർ സിബി മലയിൽ സാറിന് വൻ എക്സ്പെക്ടേഷൻ ആയിരുന്നു ഇത്. കാരണം മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പടം, ലാലേട്ടനാണെങ്കിൽ അപ്പൊ ഇങ്ങനെ പീക്കിൽ നിൽക്കുന്ന ഒരു ടൈം. പക്ഷേ അദ്ദേഹം എക്സ്പെക്ട് ചെയ്ത ഒരു അക്സെപ്റ്റൻസ് ആ സമയത്ത് ഇല്ലായിരുന്നു. അത് തിയേറ്ററിൽ ഫ്ലോപ്പ് ആവുക തന്നെയാണ് ചെയ്തത്. പക്ഷേ ആഫ്റ്റർ 24 years ആൻഡ് ആ സിനിമ എന്താണ്, കേരളീയരായിക്കോട്ടെ മൊത്തത്തിൽ ലോകമെമ്പാടും അതിനെ അക്സെപ്റ്റ് ചെയ്യുവാണ്. അതിന്റെ റീ റിലീസിന് വേണ്ടിയിട്ട് എന്താ ഹൗസ് ഫുൾ ആകുന്ന ഒരു അവസ്ഥ വരെ കാണുന്നു. ആൻഡ് ആ ഒരു പ്രൊഡക്ഷൻ ഫുൾ ഇപ്പം അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ 24 വർഷമൊന്നും എടുക്കത്തില്ലെന്ന് പറഞ്ഞാലും ആ ഒരു സിനിമ എന്താ വരുന്ന ഒരു ടൈം വരും. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു അല്ലേ? അപ്പം എന്തായാലും ആ ഒരു ഷെർഷയിലുള്ള ഒരു ഫിലിം മേക്കർ ആക്ടറൊക്കെ ഇനിയും എന്താ ആ ഒരു അടുത്ത ഒരു ഹർഡിൽ ചാടിക്കിടക്കാനുള്ള ഒരു പവർ കിട്ടട്ടെ എന്ന് ഞാൻ എന്താ ഒരു വിഷയൊക്കെ തരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം. 89.6 FM സർഗക്ഷേത്ര SK ഹോട്ട്സ്പോട്ട്. സർഗക്ഷേത്ര 89.6 FM നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷേർഷാ ഷെരീഫ്, ദ ആക്ടർ, റൈറ്റർ. അപ്പം എന്താ ഷേർഷായുടെ മനസ്സിലുള്ള ആ ഒരു സിനിമ മോഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഷേർഷാ പഠിച്ച കാര്യങ്ങൾ ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഷേർഷാ ഞാൻ വീണ്ടും ഇൻസ്റ്റഗ്രാമത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇതെനിക്കൊരു സംശയമാണ്. ഈ സംശയം എനിക്ക് നികത്തി തരണം ഷേർഷാ. കാരണം ഈ ബയോയിൽ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞു, അസ്പയറിംഗ് ആക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്, റൈറ്റർ ഇൻ ദ മേക്കിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് പിന്നെ കൊടുത്തൊരു സംഭവമാണ് ഈ എക്സ് കൺസൾട്ടന്റ് എന്നുള്ളത്. എന്താണ് കവി ഉദ്ദേശിച്ചത്? അത് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഷേർഷയുടെ തന്നെ അങ്ങോട്ട് ചോദിക്കാന്ന് വെച്ചു. ഞാന് മുമ്പേ, അതായത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു കൺസൾട്ടന്റ് ആയിരുന്നു. ഞാൻ കോർപ്പറേറ്റില് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതാണ് ആ എക്സ് കൺസൾട്ടന്റ്. ഞാനിങ്ങനെ അതിനെ ഇങ്ങനെ മറ്റ് നമ്മൾ വേറെ രീതിയിലൊക്കെ ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചിന്തിക്കുന്നു. വളഞ്ഞ വഴിയൊക്കെ വളഞ്ഞ വഴി ആലോചിച്ചു, പക്ഷെ നേരായ വഴിയായിരുന്നല്ലേ? സിമ്പിൾ, നമുക്ക് എപ്പോഴും സിമ്പിൾ വഴിയായി പോകാൻ പറ്റുന്നുണ്ട്. മനസ്സിലായപ്പോ ഞാനിപ്പോ സിമ്പിൾ വഴി യാത്രയുള്ളൂ. ഓക്കെ, ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും, ഒരു പക്ഷെ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ലൈഫിലെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വലിയൊരു ആൻസർ പ്രതീക്ഷിച്ച് ചോദിച്ചാണ്. പക്ഷേ ഓക്കെ, ഞാനൊരു നല്ല കൺസൾട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ ഞാൻ MBA കഴിഞ്ഞായിരുന്നു. ഞാൻ IIM MBA എടുത്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഒരു ഇൻഡസ്ട്രിയോ ഒരു എന്താ പറയുക എന്റർപ്രൈസിന്റെ ഒക്കെ ഫങ്ഷനിങ്, അതിന്റെ അവരുടെ ഫോൾട്ട്, അവരുടെ മാർക്കറ്റിംഗ് മെത്തേഡ്സ്, അവരുടെ എന്താ പറയാ അനലൈസ് ചെയ്യുന്ന, ഈവൻ സിനിമ പോലും എനിക്ക് അനലൈസ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഡിപ്പാർട്ട്മെന്റുകളും അതിന്റെ മേക്കിങ്ങും അതിന്റെ പ്രൊഡക്ഷനും മാർക്കറ്റിംഗും എല്ലാ തലങ്ങളിലും ചിന്തിക്കാനും അനലൈസ് ചെയ്യാനും എങ്ങനെ ബെറ്റർ ആക്കാനും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ വെച്ചത്, അതായത് എക്സ് കൺസൾട്ടന്റ് എന്ന ഞാൻ പ്രൗഡോടുകൂടി തന്നെ വെച്ചത്. അങ്ങനെ പ്രൗഡോടുകൂടി പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവൻ ഇപ്പം നമ്മൾ ഡാൻസ് കണ്ടിട്ടുണ്ട്, റൈറ്ററാണ്, ആക്ടറാണ്, ലൈക്ക് ഇപ്പം എക്സ് കൺസൾട്ടന്റ്, ഞാൻ അത് അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഷേർഷയുടെ കാര്യത്തിൽ യെസ് ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് പറയുന്ന മറ്റ് കാര്യങ്ങൾ ഏതൊക്കെ? ഞാൻ ഇപ്പം വീട്ടിൽ ഞാൻ അത്ര പ്രൗഡാണോന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ അല്ലാതെ എനിക്ക് തോന്നുന്നു. കാരണം നമ്മള് പാരന്റ്സിന്റെ അടുത്ത് അത്രയും ഗിവ് ബാക്ക് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് ഇല്ലാതെ എനിക്ക് തോന്നുന്നു. ഞാൻ കുറച്ച് ആബ്സെന്റ് ആണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ അത്യാവശ്യം പ്രൗഡാണ്. നമ്മള് പരിപാടികളെല്ലാം ഇതുവരെ നമ്മൾ വളർത്തിയപ്പോൾ എല്ലായിടത്തും, സ്കൂളിലോ കോളേജിലോ എല്ലാ പരിപാടിക്കും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലായിടത്തും അത്രയും 300% കൊടുത്തിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ പഠിക്കാൻ നമ്മൾ അത്രയും ഇപ്പൊ ADHD ഭയങ്കര എന്താ പറയാ, ഇപ്പൊ എല്ലാരും പറഞ്ഞു നടക്കുന്ന പോലും
എനിക്ക് പലപ്പോഴും അറ്റൻഷൻ സ്പാൻ ഭയങ്കര കമ്മിയാണ്. അതായത് വായിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് വായിച്ച ഏതാന്ന് വേറെ ചിന്ത കയറി വരും. 10 കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്യാൻ നോക്കും. പലതും അങ്ങനെ അതെനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട്. പണ്ട് സ്കൂളിംഗ് തൊട്ടേ ഡിഫിക്കൽട്ടാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മാർക്കും നല്ല റാങ്കും ഒക്കെ വരുമ്പോ അത് അത്രയും നമ്മൾ ഹാർഡ് വർക്കിംഗ് ആണെന്ന് അറിയുമ്പോൾ ഐ ഫീൽ പ്രൗഡ് അബൌട്ട് മൈസെൽഫ്. അതിലെല്ലാം ഞാൻ ഭയങ്കര സന്തോഷം. പിന്നെ അന്ന് എല്ലാ ആലമ്പിലും നമ്മളുണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പൊ എല്ലാത്തിലും നമ്മൾ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം പ്രൗഡാണ് ഞാൻ. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ നമുക്ക് തന്നെ നമ്മളെ തന്നെ പ്രൗഡാകുന്നുള്ള കുറെ സംഭവങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ രസമാണ്. അപ്പൊ ഇങ്ങനെ രസകരമായിട്ട് ഷേർഷായുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസ്ണിംഗ്. സംതിങ് ഫിഷി ആയിട്ടുള്ളത് ഇനിയും വരാനായിട്ട് കിടക്കുന്നുണ്ട്. സോ കൂടുതലത്തെ ജോ ആണ്. ആൻഡ് ദിസ് ഈസ് SK ഹോട്ട്സ്പോട്ട്. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷേർഷാ ഷെരീഫ്. ഷേർഷാനെ സംബന്ധിച്ച് നമുക്ക് ഒരു അഭിമാനിക്കാനായിട്ട് പറ്റുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളെ ഒരു സ്പെഷ്യൽ ഫാക്ടർ എന്ന് പറഞ്ഞത് നമ്മുടെ സ്വന്തം കൊച്ചനാ എന്നുള്ളതാണ്. കാരണം ആളൊരു കോട്ടയംകാരനാ. അപ്പൊ പറഞ്ഞാട്ടെ, കോട്ടയത്ത് എവിടാ വീട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോന്നാട്ടെ. കോട്ടയത്ത് കങ്ങഴയാണ് നമ്മുടെ സ്ഥലം. മുണ്ടത്താനം കറുകച്ചാലിനൊക്കെ അടുത്തായിട്ട്. അപ്പൊ നമ്മള് തമ്മിൽ അടുത്തടുത്താണല്ലേ? നമ്മൾ അറിഞ്ഞില്ല. ഞാൻ ചങ്ങനാശ്ശേരിയാ. ഓ, ചങ്ങനാശ്ശേരി അല്ലേ? ഞാനിവിടെ കറുകച്ചാല. അത് അപ്പൊ കറുകച്ചാല ഇപ്പൊ ഞങ്ങൾ മാറി. അതായത് ജനിച്ചൊക്കെ ഞാൻ കങ്ങഴ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അമ്മ കോട്ടയം കയറി. അപ്പൊ അമ്മയുടെ വീടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് മാറി. പക്ഷെ എന്നിരുന്ന പോലും എനിക്ക് ഭയങ്കര കങ്ങഴയൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സ്ഥലം. എന്റെ അമ്മുമ്മയൊക്കെ ഇപ്പോഴും അവിടെയൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബ വീടും റൂട്ട്സും എല്ലാം കിടക്കുന്നത്. അപ്പൊ ഇവരെ 9 സഹോദരിമാരായിരുന്നു അമ്മയുടെ കുടുംബം. അപ്പൊ ഇവരെല്ലാം കങ്ങഴ വീട് എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ കുടുംബ വീടൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. അത് മറ്റേ റബ്ബർ തോട്ടവും ആ കുളവും അവരുടെ ഒരു പ്രത്യേക ഭൂപ്രദേശമാണല്ലോ. അതൊക്കെ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. വേറൊരു രാജ്യം പോലെ ഇരിക്കാൻ തോന്നുന്നു ആ വീടൊക്കെ, നമ്മുടെ കുടുംബ വീടൊക്കെ. അത്രയും മെമ്മറിയിൽ ഡെപ്ത് ആയിട്ട് ഒത്തുവെച്ചേക്കുന്ന സ്ഥലമാണ് കങ്ങഴ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പൊ? അമ്മ, അത് അമ്മ, പപ്പ, പിന്നെ പെങ്ങളുണ്ട്, അനിയത്തിയുണ്ട്. അവള് IIM കാലിക്കറ്റിലാണ്. ചേട്ടന്റെ പാത തന്നെ. അതെ, അവള് എന്റെ പാത. അത് കഴിഞ്ഞിട്ട് നീ ഇത് വിട്ടിട്ട് വേറെ പരിപാടി പോകുന്ന അറിയില്ല. അങ്ങനെ പോവാണെങ്കിൽ അനിയത്തിയോട് പറയുവോ, എടി പോകരുത് എന്ന് പറയുവോ, അതോ യു ഷുഡ് പെർസ്യൂ യുവർ ഡ്രീംസ് എന്ന് പറയുവോ? വലിയ കടമൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ പൊക്കോളാൻ പറയും. കടമൊക്കെ എല്ലാം കൂടെ വരുത്തി വെച്ചിട്ട് പോകണ്ട. അതെ, ഞാനേ ഇങ്ങനെ പോയി, നീ ഇങ്ങനെ പോകണ്ട, അങ്ങനെയാണോ? അതെ, കടക്കണിയും ഉരുപ്പിടി അവന്റെ കടയില്ലാണ്ട് വണ്ടി വിടാതെ. അല്ല, അവൾ അത്യാവശ്യം സ്മാർട്ടാണ്. അവള് ഡെന്റിസ്റ്റ് ആയിരുന്നു. അവള് ഡെന്റിസ്റ്റ് ആയിട്ട് അത് കളഞ്ഞിട്ട് MBA എടുത്തത്. അപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് ഇതും കളയും. അപ്പൊ നിങ്ങൾ ഫാമിലി ഫുള്ള് ചേട്ടനും അനിയത്തി ഇങ്ങനെ സ്വിച്ചിങ്ങിന്റെ ആൾക്കാരാണല്ലേ? അയ്യോ, ഭയങ്കരമായിട്ട്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ എന്താ നല്ല കട്ട സപ്പോർട്ട് ആണെന്ന് തോന്നുന്നു പേരൻസ്. കാരണം ഇങ്ങനെ ഡെന്റിസ്റ്റ് ആയ ആള് IIM പോകുന്നു, IIM നല്ല വർക്ക് ചെയ്തോണ്ടിരുന്ന ആള്, അല്ലെങ്കിൽ എന്താ ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്ന ആള് സിനിമയിലേക്ക് പോകുന്നു. സോ എനിവേ അങ്ങനെ പല വിധമായിട്ടുള്ള ഹഡിൽസ് ഇങ്ങനെ ചാടി കടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഷേർഷാ ഷെരീഫ്. അപ്പം ഷേർഷാ ഷെരീഫിന്റെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ടിലൂടെയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഷേർഷാ ഷെരീഫ്, ദ ആക്ടർ, റൈറ്റർ ഓഫ് ലിറ്റിൽ മിസ് റാവുത്തർ. അങ്ങനെ എന്താ പറയുക, ഷേർഷായുടെ ലൈഫിൽ ആ ഒരു സിനിമാ മോഹം ഒന്ന് സ്പാർക്ക് അടിച്ച ആ ഒരു ടൈം മുതൽ പിന്നെ ഈ നിമിഷം വരെയുള്ള കഥകൾ, വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഷേർഷാ, പുതിയ പ്രോജക്ട്സ് എന്താണ്, അതെന്തൊക്കെയാണ്? ഇപ്പം മുമ്പേ പറഞ്ഞു ചെന്നൈയിൽ പോയത് പുതിയ പ്രോജക്ട്സിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞു. സോ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട? ഈ അടുത്ത ഇടയിൽ വല്ലതും വരുന്നുണ്ടോ? ഈ ഓണത്തിന് ഒരു റിലീസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ അഭിനയിച്ച പടം, ഞാൻ എഴുതിയതല്ല. ഞാൻ ഒമർ ലുലുവിന്റെ പുള്ളിയുടെ ഒരു പടം വരും, ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ്. അതിൽ റഹ്മാൻ, ബാബു ആന്റണി, അങ്ങനെ വലിയ താരനിരയാണ്. അജു വർഗീസ്, ധ്യാന് എല്ലാരും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഈ ഓണത്തിനെത്തും. അതെന്തായാലും എല്ലാവരും തിയേറ്ററിൽ കാണുക. അതിനകത്ത് ചില പരിപാടികളൊക്കെ ഉണ്ട്. എനിക്കത് അത്യാവശ്യം പുള്ളിയുടെ നല്ല വർക്കാകാൻ പോകുന്ന പടമായിട്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് പുള്ളിയുടെ ഒമലുലിന്റെ.
പുള്ളിയുടെ എനിക്ക് വന്ന ആദ്യത്തെ പുള്ളി വന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി വെഡിങ് അതൊക്കെ, അത് കഴിഞ്ഞ് പുള്ളിക്ക് കഴിഞ്ഞ 2-3 പടങ്ങളിൽ ആ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതെനിക്ക് തോന്നുന്നത് റഹ്മാന്റെ ഒരു ഭയങ്കര കമ്പാക്ക് ആയിരിക്കും. അപ്പൊ അത്യാവശ്യം അടിപൊളിയായിട്ട് പരിപാടിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതായാലും ഓണത്തിന് എന്തായാലും റിലീസ് ചെയ്യും. പിന്നെ ഞാൻ എഴുത്ത് നടക്കുന്ന 2 പ്രൊജക്റ്റും കൂടെ ഉണ്ട്. അപ്പൊ അത് ചിലപ്പോൾ സമയം എടുക്കും. പക്ഷെ എന്നിരുന്നാൽ പോലും അതാണ് ഞാനിപ്പോ ഇവിടെ ഫുൾ ഓൺ ആയിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ഡിസംബറിൽ വേറെ പടത്തിന്റെ ഷൂട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഇനിയിപ്പോ നടക്കുമ്പോഴേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാരണം ഓരോന്ന് അങ്ങോട്ട് നീങ്ങിയൊക്കെ പോകാറുണ്ട്. ഇനിയിപ്പോ മൊത്തത്തിൽ ഇങ്ങനെ ടൈറ്റ് ആയി ഷെഡ്യൂൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു അല്ലേ? അപ്പൊ എന്നാലും ഓൾ ദ വെരി ബെസ്റ്റ്. ആ ഒരു മോഹം അല്ലെങ്കിൽ ആ ഒരു ആക്ടറിന് വേണ്ടിയിട്ട് നമ്മൾ റൈറ്ററായി അല്ലെങ്കിൽ റൈറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ടർ ആവുന്നു. അങ്ങനെ നമ്മളെ എന്താ പറയുക, നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് തന്നെ അടിപൊളിയായിട്ട് പോവട്ടെ. ആൻഡ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് ഷേർഷയ്ക്ക് എന്താ പറയാനായിട്ടുള്ളത്? എന്താ പറയാനുള്ളത്, നമ്മളെ മാക്സിമം നമ്മുടെ ഇപ്പൊ യാത്ര 5-6 വർഷമായി. ലിറ്റിൽ മിസ് റാവുത്തർ എന്തായാലും കാണാത്തവർ പോയി കാണുക. അതാണ് ഫസ്റ്റ് കാര്യം എനിക്ക് പറയാനുള്ള. പ്രൈമിൽ പടം അവൈലബിൾ ആണ്, അത് കാണാത്തവര് കാണുക. കാരണം നമ്മൾ അത്രയും സോളും ഹാർട്ടും ഒക്കെ കൊടുത്തൊരു സിനിമയാണ്. ഒരു ടോൾ ബോയ് ഷോർട്ട് ഗേൾ ലവ് സ്റ്റോറി. യെസ്, അതെ. അത് ഇപ്പോഴും കണ്ടവർ ഇപ്പോഴും ഈ റീസെന്റ് ആണ് പല ആൾക്കാരും കാണുന്നത് എന്നിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അത് പലരും മാറ്റി വെച്ചാ പിന്നെ കാണാന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചേക്കുന്ന സിനിമ. ചിലരായിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാണാന്ന് പറഞ്ഞ് പ്രൈമായിട്ട് അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുക. അതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. കാരണം ആ സിനിമയിൽ അത്രയ്ക്ക് നമ്മൾ ഹാർട്ട് കൊടുത്തൊരു സിനിമയാണ്. നമ്മുടെ ഒരു ഫസ്റ്റ് ബോയ് അല്ലെങ്കിൽ എന്താ ആദ്യത്തെ കുട്ടി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ഫീലാണ് അല്ലേ? പിന്നെ അത് അത്രയും നമ്മളെ പൊന്നെ ചക്കര എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയൊരു സിനിമയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഷേർഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളും ഷേർഷയോട് പറഞ്ഞു. ഈ ഷേർഷയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിവേ അടിച്ചങ്ങോട്ട് പൊളിക്കുക. ആ ഹഡിൽസ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചാടി ഇങ്ങനെ കടന്ന് ഇങ്ങോട്ട് വിൻ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. അത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നല്ലൊരു സൺഡേ ആവട്ടെ അല്ലേ? അതെ, എന്തായാലും ഈ ഒരു ഞായറാഴ്ച ഇനി എല്ലാവരും കൂടെ തകർക്കട്ടെ, പൊളിക്കട്ടെ. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച് ഷേർഷ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. യെസ്, അപ്പോൾ SK ഹോട്ട്സ്പോട്ട് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചേരുന്നത് ദ ആക്ടർ റൈറ്റർ ഷേർഷ ഷെരീഫ്. അപ്പോൾ ഷേർഷയുടെ വിശേഷങ്ങൾ ഓരോന്നും നമ്മൾ കേട്ടു. ഇനിയും ഇതുപോലെ കിടിലനായിട്ടുള്ള പ്രോഗ്രാംസ് വരുന്നുണ്ട്.